വെറുതെ മൈന് വെച്ചിട്ടില്ലേ? ചോര വരുത്തില്ലേ? ചോര എവിടെ? ചോര വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചോര പിന്നെ അതിന് മുമ്പുള്ള കാര്യങ്ങള്. എടി ഞാൻ പറയണ കേക്കടേ. നിനക്ക് അറിയാൻ പറയണ്ടേ? എനിക്ക് വയ്യ, നീ കേൾക്കാനുള്ള ശേഷി എനിക്കില്ല, ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നീ ഒരു പെണ്ണിന്റെ പൊക്കിള് കുഴി കണ്ടിട്ടുണ്ടോ? നീ ചിലത് വലുതായിരിക്കും, ചിലത് കണ്ടിട്ടില്ല. പൊക്കിള് കുഴിയില് നമ്മള് രണ്ട് ഉമ്മ കൊടുത്തോണ്ടല്ലോ. ആർക്ക്? അതൊക്കെ പോട്ടെ, നിനക്ക് വിവേഴ്സ് കിട്ടിയ പോരെ, ഷെയർ പോട്ടെ. എന്നിട്ട് നേരെ അപ്പത്തിലോട്ട് പോവുക. നേരെ ഒരു അപ്പത്തിലോട്ട് പോവുക. മതി, എനിക്ക് വയ്യ. ഇവിടെ ആൾക്കാര് അയ്യ ഇയാൾ എന്താ ഇങ്ങനെ? മതി. അല്ല, ബിജി എന്നല്ലേ എന്നോട് പറയാൻ പറഞ്ഞത്? ഞാൻ മിണ്ടാണ്ടിരിക്കുക. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വിവരിച്ച് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. പിന്നെ എന്താ വിജയൻ ഇങ്ങനെ? നീ ശരിയല്ല കേട്ടോ. നോക്ക്, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തുന്നു. അതിനു മുമ്പ് ഞാൻ പോട്ടെ, അല്ലെങ്കിൽ നീ എന്നെ അപമാനിക്കും. ചായ കുടിച്ചോ? ശരിയല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലടി എന്റെ ബിജിമോളെ, ഒന്നും കഴിച്ചിട്ടില്ലടി. എന്റെ പൈസ പോയി സങ്കടത്തിലാണ്ടിയേ. 5000 ഉറുപ്പ്യ പോയടിയേ. ഞാൻ ഇത്രയും ദിവസം ഓടി കഷ്ടപ്പെട്ട പൈസയൊക്കെ പോയടിയേ. ഓർക്കൊളിച്ച് കാശൊക്കെ പോയി. അവന്റെ കുടുംബം നന്നാവട്ടെ ആ പൈസ കൊണ്ട്. ഞാൻ എന്ത് ചെയ്യാനാടി? നാളെ പറയോ, പൈസ കിട്ടും. ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ യൂസഫിക്ക് വേണ്ടി. ഓക്കേടി മുത്ത, ഓക്കേടി. ഒരു ഉമ്മ കാട്ട്. എന്റെ വിജയ യൂസഫ് ഖാനോടാണ് നീ പറയണേ. ഒരു ഉമ്മ കാട്ടേക്കാക്ക്. ഞാനൊരു ഉമ്മ തരാം. ഞാനൊരു ഉമ്മ നിനക്ക് തരാം. നിനക്കൊരു ഉമ്മ എനിക്ക് തന്നൂടെ? എനിക്ക് ഉമ്മ തരാൻ പറ്റൂല. ഉമ്മ ഉമ്മ അങ്ങനെ ഒന്നും കൂടെ ഒരു ഉമ്മ കൊടുത്ത. പൊളി, എന്റെ ബിജുമോള് പൊളി. മുത്തേ, താങ്ക് യു. ഞാൻ മരിച്ചാലും മറക്കില്ല കേട്ടാ. ഇവിടെ കുറെ അസൂയക്കാരുണ്ട് എനിക്ക്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അവർക്കും സഹിക്കുന്നുണ്ടാവില്ല. ഞാനും ബിജിയും ഉമ്മ കൊടുത്തത് കണ്ടില്ലേ? എല്ലാവരും മൂഞ്ചിക്കോ. ഈ ചേച്ചിയെ അപ്പൊ ഓക്കെടി, ലൈവ് നടക്കട്ടെ. ഞാൻ കുറച്ച് പരിപാടി ഉണ്ട്, അത് പിന്നെ വരാം കേട്ടോ. അപ്പൊ എല്ലാവരും കൂടെ സ്നേഹം മാത്രം. ബൈ ബൈ. ഒരു ബൈ പറ. ബൈ പറ. ബൈ. ഓക്കെ, അപ്പൊ നമ്മൾ പോണു. ഓക്കെ ബൈ. ഓ, എന്റെ പൊന്നു മൈന, ഇതെന്താ പറഞ്ഞു മരിച്ചാൽ മറക്കില്ലായിരുന്നോ? ഇത് വല്ലാത്ത സ്നേഹമായി പോയി. അയ്യോ, ലൈഫ് ഒന്ന് കത്തി. എന്റെ മോളെ എന്താ ഇവിടെ സംഭവിച്ചേ? മൈന, ഇസ്രോ ഇന്ന് എവിടെയായിരുന്നു? വല്ലപ്പോഴൊക്കെ ലൈവ് കത്തിക്കണം. എത്ര പെണ്ണുങ്ങള് ഇവിടുന്ന് ഓടി. വിവേട്ടം പോയോ അതിന്റെ ഇടയിൽ കൂടെ? പോടുക്ക, ഇയാളെ ഉള്ളിൽ ഇത്രയും വികാരം ഉണ്ടായിരുന്നു. പക്ഷെ ആ പുള്ളി പറഞ്ഞ വികാരമൊന്നും അങ്ങനെയൊന്നും അല്ല. ഡ്യൂട്ടി വെച്ച് അങ്ങനെയൊന്നും അല്ല. നിങ്ങക്ക് ഇഷ്ടപ്പെട്ടീനോ? അങ്ങനൊന്നും അല്ല ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പുള്ളി പറഞ്ഞുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അങ്ങനൊന്നും അല്ല സെക്സ് എന്ന് പറഞ്ഞ എന്താ? അയാൾ പറഞ്ഞ പോലെയാണ് തോന്നുന്നത്. മൈനക്ക് തോന്നിനോ? ഇക്ക പറഞ്ഞ പോലെയാണോ? അല്ല, അങ്ങനെയല്ല സെക്സ്. പെണ്ണുങ്ങളായിരിക്കും. അല്ല, കറക്റ്റ് അങ്ങനെയല്ല. അത് ഓവർ. അങ്ങനെയല്ല ശരിക്കും. സെക്സ് എന്ന് പറഞ്ഞാൽ എന്താ മൈനു? ഇങ്ങനെയാണ്. ഒരു പെണ്ണിനെ എഴുന്നേറ്റ് നിർത്തുക, 2 കൈ പൊക്കുക, കഴുത്തെ കൂടെ ഉമ്മ വയ്ക്കുക, നെറ്റിയിൽ ഉമ്മ വയ്ക്കുക, അവളെ പതുക്കെ കെടുത്തുക. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ചെവി, കഴുത്ത് നല്ല സ്ലോ മോഷൻ വേണം. അതെ, സ്ലോ മോഷൻ ഇങ്ങനെ കേറ്റി പിടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചാരി നിർത്തിയിട്ടുണ്ടല്ലോ, അവനെ കുനിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ വെക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യുക, അല്ലേ? അയാളുടെ രീതിയല്ലേ ശരിക്കും വേണ്ടത്. പിന്നെ ചിലവർക്ക് ചില രീതിയല്ല മൈന, ചിലർ അങ്ങനെയൊക്കെ ചെയ്യൂ. നമ്മളിപ്പോ സ്ലോ മോഷൻ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മുടെ എന്താ പറയാ, നമ്മുടെ പ്രോപ്പർട്ടിയോട് നമ്മൾ ചെയ്യും. സ്ലോ മോഷനില് ആക്രാന്തം പിടിച്ചു കഴിഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. സ്ലോയില് പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കും. സ്ലോയിലി യെസ്. ഇത് പറഞ്ഞ വികാരം പോവുള്ളൂ പെണ്ണുങ്ങൾക്ക്. എനിക്ക് വികാരം ഒന്നും വന്നില്ല കേട്ടിട്ട്. ആ ഉള്ള വികാരം പോയി, അമ്മയെപ്പോട്ട് കയറിപ്പോയി. നിങ്ങൾക്ക് ആർക്കും വികാരം വന്നോ? കല്യാണം കഴിക്കാത്ത ആളുകളെല്ലാവരും
ഇത് താഴെ ഇരിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും വികാരം വന്നീനോ? എനിക്ക് വന്നില്ല. എന്റെ ഉള്ള വികാരം മേലോട്ട് പോയി. നല്ലത് കിട്ടും ഇത് കൊണ്ടുപോയാൽ. അതെ, ഇങ്ങനൊന്നും ചെയ്യരുത്.